ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ ഫൈസൽ റഹ്മാൻ. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 95% പീപ്പിൾ ആർ ആവറേജ് ആൻഡ് ഓൺലി 5% ആർ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമേഴ്സ്. ശരിയല്ലേ? 5% ആളുകൾ നമ്മൾ കാണുന്ന മൊത്തം ആൾക്കൂട്ടത്തിൽ കുറച്ച് ആളുകൾ മാത്രം ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമേഴ്സ് ആയിരിക്കും. നമ്മൾ അവരുടെ ജീവിതം വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ കുറച്ച് സ്പെഷ്യൽ സ്വഭാവം ഈ കാറ്റഗറിയിൽപ്പെട്ട ഈ 5%ൽപ്പെട്ട ആളുകൾക്കുണ്ടാവും. എന്തൊക്കെയാണത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, അവരുടെ ജീവിതത്തിൽ അവർക്ക് വളരെ ബൃഹത്തായ, വളരെ സ്മാർട്ടായ ഒരു ഗോൾ ഉണ്ടായിരിക്കും. ഈ ഗോളിന് വേണ്ടി, ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ എല്ലാ ദിവസവും അതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് അതിലോട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള ഗോളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണൽ ഗോളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ തരത്തിലുള്ള ഗോളുകളായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിനെല്ലാം ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. അവർ വെറുതെ നേരം വെളുക്കുന്നു വൈകുന്നേരമാവുന്നു അങ്ങനെയുള്ള ഒരു കാറ്റഗറിപ്പെട്ട ആളുകളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും ഓരോ മിനിറ്റുകളും വിലപ്പെട്ടതാണ്. സോ ദേ ആർ ഓൾവേസ് വർക്കിംഗ് ഫോർ ദാറ്റ് ഗോൾ. സോ മൈ ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എ ഗോൾ? You should have a goal. നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആവണമെങ്കിൽ ഒരു ഗോൾ ആവശ്യമാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഈ ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിൽ അവർ ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും, ഭയങ്കര ലവ്ഫുൾ ആയിരിക്കും. അവർ ജോലിയോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ കല ഏതുമാവട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ തന്നെയാണെങ്കിലും അയാൾ ഒരു പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കാം. ഇതിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു വലിയ ഫേമസ് ആൾ മാത്രമേ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഏതൊരാളും അയാളുടെ ആ ഒരു ഫീൽഡ്, അയാൾ ജോലി ചെയ്യുന്ന മേഖലയിൽ, അയാളുടെ കർമ്മ മേഖലയിൽ അയാൾ ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും. ഈ പാഷനാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആക്കുന്ന മറ്റൊരു കാര്യം. പാഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാഷനായിട്ടുള്ള ഒരു ജോലിക്ക് പുറകെ പോകാൻ പറ്റില്ല. എല്ലാവർക്കും സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയോ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെയോ മമ്മൂട്ടിയെ പോലെയോ അവരുടെ ഇഷ്ടപ്പെട്ട ജോലി തന്നെ ജീവിതത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പാഷനും നമ്മുടെ കർമ്മ മേഖലയും ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആവുന്നത് എന്നുള്ള സത്യം നമുക്കറിയാവുന്ന സ്ഥിതിക്ക് നമ്മൾ ഏത് മേഖലയാണ് നമ്മുടെ കർമ്മ മേഖലയെങ്കിലും നോ പ്രോബ്ലം, വി ഷുഡ് ബ്രിങ് ലവ്. അവിടെ നമ്മൾ പാഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലേ? കാരണം ചില ആളുകൾക്ക് പറയും, എനിക്ക് എൻ്റെ പാഷനായിട്ടുള്ളൊരു ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ജോലിയിൽ എങ്ങനെ ഞാൻ പാഷൻ കണ്ടെത്തുക, ഈ ജോലി എൻ്റെ ഒരു സാഹചര്യം കൊണ്ട് ഞാൻ ഈ ജോലിക്ക് കയറേണ്ടി വന്നതെന്നൊക്കെ പറയാറുണ്ട്. അവരെന്ത് ചെയ്യണം? ആ ജോലിയെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ആഴത്തിൽ പഠിക്കണം. ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് പതിയെ അവർക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടു തുടങ്ങും. അവർക്ക് പാഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാത്തൊരു കാര്യം, ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളല്ല. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനൊരു ഒരു ഒരു ഇൻറ്റീരിയർ ഫീൽഡിലൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങി ദുബായിൽ. അപ്പോൾ ആദ്യം ഞാൻ തന്നെ ആലോചിച്ചത്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് ഈ ഫീൽഡിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലല്ലോ, പ്രത്യേകിച്ചും ഫിറ്റ് ഔട്ട്, ഒരു സ്ക്രൂ കണ്ടാൽ പോലും എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ ബോധമില്ലാത്ത നീ എങ്ങനെ ഇങ്ങനെയുള്ളൊരു ബിസിനസ് തുടങ്ങുന്നതിൻ്റെ അടുത്ത് ചോദിച്ചു. പക്ഷേ ഞാനത് ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കതിനോട് ഇഷ്ടമുണ്ടാവും. നിങ്ങൾക്ക് തീർത്തും അറിയാത്ത, ഒരു ഐഡിയയും ഇല്ലാത്ത ഒരു മേഖല, ഫോർ എക്സാമ്പിൾ സയൻസ് എന്നുള്ള ആ ഒരു കാറ്റഗറിനോട് ഒരു താല്പര്യമില്ലാത്ത ഒരാൾ, എന്നാൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിച്ച് അയാൾക്ക് ആ ഒരു സബ്ജക്റ്റിനോടൊരു ഇഷ്ടം വരും, സ്വാഭാവികമാണ്. കാരണം നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്. നമുക്കിഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തുടർച്ചയായിട്ടൊരു സംഗതി ചെയ്തു തുടങ്ങുമ്പോൾ നമ്മളതിനെ പതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. നമ്മുടെ സബ് മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. സോ ദ സെക്കൻഡ് തിങ്, നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ. ആൻഡ് തേർഡ് തിങ്, കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ് ഓർ കോമ്പീറ്റ് വിത്ത് മൈ സെൽഫ്. നമ്മൾ സ്വയം നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ആളുകൾ ചെയ്യുക? ചെറുപ്പം തൊട്ടേ നമ്മൾ കമ്പാരിസനാണ്. ഒരു കുട്ടിയുടെ അടുത്ത് പോലും പല രക്ഷിതാക്കളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത വീട്ടിലെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള പല ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള കമ്പാരിസൺ. നെവർ ഡു ദാറ്റ്. ആളുകൾ ഇത്രയും കാലം നമ്മളെക്കുറിച്ച് ഒരുപക്ഷെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് നമ്മുടെ പേരൻസൊക്കെ ചിലപ്പോൾ പറഞ്ഞു കാണും. ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഇന്ന് നമുക്ക് ബോധമുണ്ട്. ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യേണ്ടത് നമ്മളോട് തന്നെയാണ്. നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്യുക. എങ്ങനെ? എനിക്ക് ഇന്നലെയുള്ള അറിവാണോ എന്നുള്ളത്, ഇന്നലെയുള്ള ആരോഗ്യമാണോ എന്നുള്ളത് അല്ല, അതൊക്കെ നമ്മളിങ്ങനെ കൂട്ടാൻ ശ്രമിക്കുക. ഒരു 100 പുസ്തകം വായിച്ച ഒരാൾ 150 പുസ്തകം വായിച്ച, അല്ലെങ്കിൽ 500 പുസ്തകം വായിച്ച ഒരാളെ കുറിച്ചല്ല അയാൾ കമ്പയർ ചെയ്യേണ്ടത്. ഇയാൾ കോമ്പീറ്റ് ചെയ്യേണ്ടതും കമ്പയർ ചെയ്യേണ്ടതും ഇയാളോട് തന്നെയാണ്. കൂടുതൽ അറിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുക.
എല്ലാ ഫീൽഡിലും നമ്മൾ ഏത് രീതിയിലുള്ള കമ്പാരിസണിലോട്ട് പോവുകയാണെങ്കിലും നമ്മളെക്കുറിച്ച് തന്നെ നമ്മളോട് തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെ നമ്മളോട് തന്നെ മത്സരിക്കുക വഴി നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആവാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസൊക്കെ? ഒരു സിനിമാ നടനാണെങ്കിൽ അയാൾ ഒരിക്കൽ ചെയ്ത സിനിമയേക്കാൾ നന്നാക്കണം എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അല്ലാതെ എൻ്റെ ഫീൽഡിലുള്ള മറ്റൊരു സ്റ്റാർ ചെയ്യുന്ന സിനിമയേക്കാൾ എനിക്ക് നന്നാവണം എന്നല്ല ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ ചിന്തിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ സിനിമയേക്കാൾ എനിക്കെങ്ങനെ ഇത് കൂടുതൽ നന്നാക്കാം എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ, അങ്ങനെ വേണം നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ, നമ്മളോട് വേണം നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് തേർഡ് തിങ്. ആൻഡ് ഫൈനലി, ബി എ റിസ്ക് ടേക്കർ ഇൻ യുവർ ലൈഫ്. നമ്മളിൽ എത്ര പേര് റിസ്ക് എടുക്കാൻ തയ്യാറാണ്? റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ജീവിതത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ വലിയ വലിയ വിജയങ്ങളും നമ്മളോട്ട് എത്തുക. നമ്മളെപ്പോഴും വളരെ കംഫർട്ടബിളായ ഒരു സ്റ്റേജിൽ വളരെ കംഫർട്ടബിളായ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിങ് വിജയങ്ങളൊന്നും കയ്യെത്തി പിടിക്കാൻ പറ്റില്ല. അതിന് സാധിക്കണമെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റി വേണം. എനിക്കറിയുന്ന പല ആളുകളുണ്ട്, ചില കമ്പനീസിലൊക്കെ അവരൊരു പർട്ടിക്കുലർ കമ്പനി തന്നെ 10, 15, 20 വർഷമായിട്ട് പോകുന്നത്. അവരെ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എനിവേ ഈസ് നോട്ട് എൻ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സൺ. ആയിരുന്നോ നമുക്കറിയില്ല, അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരെത്രത്തോളം ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ നമ്മളെക്കാളും ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കാം, ദാറ്റ് വി ഡോണ്ട് നോ. ബട്ട് ഒരു സ്റ്റാൻഡേർഡ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആളുകൾ ഔട്ട്സ്റ്റാൻഡിങ് ആവണമെങ്കിൽ ഹി ഷുഡ് ബി എ റിസ്ക് ടേക്കർ ഓൾസോ. സോ 4 കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, വി ഷുഡ് ഹാവ് എ ഗോൾ. സെക്കൻഡ് തിങ്, വി ഷുഡ് ബി ഏബിൾ ടു ലവ് അവർ ഫീൽഡ്. മൂന്നാമതായിട്ട്, എവറി ഡേ യു കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. സ്വയം നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി, ബി എ റിസ്ക് ടേക്കർ ഇൻ ലൈഫ്. ലൈഫിലൊരു റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് മാറുക. റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമാക്കിയിട്ട് പറയാം. ഒരാൾക്ക് റോഡ് ക്രോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനൊന്ന് റിസ്ക് എടുത്തേക്കാം എന്ന് കരുതിയിട്ട് അങ്ങ് നടക്കാൻ പാടില്ല. അവിടെ നിന്ന് വരുന്ന വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ ശരിക്കും വിശകലനം ചെയ്തിട്ട് വേണം നമ്മൾ പോവുക. ഏതിലോട്ടും ചാടി അങ്ങോട്ട് പുറപ്പെടുക എന്നുള്ളതല്ല, ശരിക്കും പഠിച്ചിട്ട് അതിൻ്റെ റിസ്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളതിലോട്ട് വരിക, മനസ്സിലാക്കുക. അതിന് വേണ്ട ഒരു സൊല്യൂഷൻ, അതിൻ്റെ പ്രോബ്ലംസിനുള്ള എല്ലാ സൊല്യൂഷനും നമ്മൾ കരുതിയിട്ട് വേണം നമ്മളതിലോട്ട് ഇറങ്ങാൻ. സോ ബേസിക്കലി വി ഷുഡ് ഹാവ് എ കപ്പാസിറ്റി ടു ടേക്ക് എ റിസ്ക്. അപ്പോഴാണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആകാൻ പറ്റുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ വളരെ വലിയ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഓൾസോ പുഷ് ദാറ്റ് ദാറ്റ് ബട്ടൺ, ആ ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ലഭിക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, വളരെ രസകരമായി, വളരെ ഹെൽത്തി ആയിട്ട് ചിന്തിക്കുന്ന, ഡിസ്കഷൻ നടക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ലിവിങ് ടു ഇൻസ്പയറിന്. സോ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് അയക്കാവുന്നതാണ്. സോ ഐ ആം വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ടു മൈ ഫ്രണ്ട്സ്. താങ്ക് യു. ബൈ.